അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട വിശ്വാസികളെ, ലോകം അനുദിനം പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ശാസ്ത്രത്തിന് അതിൻ്റെ പുരോഗതിയുടെ അടയാളമായിട്ട് ഒരുപാട് അവകാശപ്പെടാനുണ്ട്. കാലോചിതമായി ശാസ്ത്രത്തിൻ്റെ നിരീക്ഷണങ്ങൾ കൊണ്ടും പരീക്ഷണങ്ങൾ കൊണ്ടും ഗവേഷണങ്ങൾ കൊണ്ടും മനുഷ്യലോകത്ത് വലിയ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. ആകാശലോകത്ത് പറവകളെ വെല്ലുന്ന രൂപത്തിൽ പറക്കാനുള്ള സംവിധാനങ്ങൾ മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. സമുദ്രത്തിൽ മത്സ്യങ്ങളെപ്പോലെ അതിനേക്കാൾ വേഗതയിലും നീന്തിത്തുടിക്കാൻ കഴിയുന്ന ഉപകരണങ്ങൾ മനുഷ്യൻ കണ്ടെത്തിയിട്ടുണ്ട്. ഇങ്ങനെ എല്ലാ നിലക്കും പുരോഗതി മനുഷ്യന് അവകാശപ്പെടാനുണ്ട് എങ്കിലും ആധുനിക സമൂഹം പ്രശ്നങ്ങളുടെ നടുകടലിൽപ്പെട്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുക്കള മുതൽ അന്താരാഷ്ട്ര തലം വരെ മനുഷ്യന്മാര് പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പലരും ചിന്തിക്കുന്നു, ഈ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം എന്താണ്? എങ്ങനെയാണ് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന നീറുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക? കാരണം ശാസ്ത്രീയ സംവിധാനങ്ങൾ വളർച്ചയിലേക്ക് നീങ്ങുമ്പോൾ, രാഷ്ട്രീയ സംവിധാനങ്ങൾ ഉയർച്ചയിലെത്തിപ്പെടുമ്പോഴും മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം പല സ്ഥലത്തും നിഷേധിക്കപ്പെടുന്നു. നിസാര പ്രശ്നങ്ങളുടെ പേരിൽ മനുഷ്യന്മാർ പരസ്പരം കലാപങ്ങളും കലഹങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു. സ്വന്തം ഉമ്മയാൽ കൊല ചെയ്യപ്പെടുന്ന മക്കളും സ്വന്തം മക്കളാൽ കൊല ചെയ്യപ്പെടുന്ന മാതാപിതാക്കളും പത്രമാധ്യമങ്ങളിൽ നിത്യസംഭവങ്ങളായി ഞാനും നിങ്ങളും വായിച്ചു കൊണ്ടിരിക്കുന്നു. കലാലയ ക്യാമ്പസിന്റെ അകത്തളത്തിൽ വിദ്യാർത്ഥികൾ പരസ്പരം തമ്മിൽ തല്ലുകയും പോരടിക്കുകയും ചെയ്യുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അനുദിനം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സമുച്ചയങ്ങളും പുരോഗതിയിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുമ്പോഴും മനുഷ്യന് തിരിച്ചറിവിന്റെ പച്ചപ്പുകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കലികാലത്താണ് ഞാനും നിങ്ങളും ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകാൻ ആർക്കാണ് സാധിക്കുക? സാംസ്കാരിക നേതാക്കന്മാർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നു. സാമൂഹിക പരിഷ്കർത്താക്കൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു. ആർക്കാണ് ഇതിന്റെ പരിഹാരം കണ്ടെത്താൻ കഴിയുക? മനുഷ്യൻ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ ദുരന്ത പൂർവമായ അവസ്ഥകളിൽ നിന്ന് മനുഷ്യനെ രക്ഷപ്പെടുത്താൻ ആർക്കാണ് സാധിക്കുക? ഇവിടെ ശാസ്ത്രീയ സംവിധാനങ്ങൾക്ക് സാധിക്കുകയില്ല. കാരണം ശാസ്ത്രം എപ്പോഴും ഗവേഷണങ്ങളും നിരീക്ഷണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് സംതിങ് ന്യൂ, എന്തെങ്കിലും പുതിയത് കണ്ടെത്തണം എന്ന ഒരു ചിന്തയിലാണ്. ഇവിടുത്തെ രാഷ്ട്രീയ സംവിധാനങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്ങനെയെങ്കിലും അധികാര കേന്ദ്രത്തിലെത്തണം, അവിടെ എത്തിപ്പെട്ടാൽ തനിക്കും തൻ്റെ ആളുകൾക്കും കഴിയുന്ന രൂപത്തിൽ ഉണ്ടാക്കി കൊടുക്കണം. ഈ ചിന്തയിലാണ് രാഷ്ട്രീയ ലോകമുള്ളത്. ഇവിടെ പരിഹാരം കണ്ടെത്താൻ ആർക്കാണ് സാധിക്കുക? ഒരൊറ്റ തിയറിക്ക് സാധിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ്. അഥവാ മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിലേക്ക് അവനെ പരിവർത്തിപ്പിക്കാൻ കാരണമാകുന്ന, മാറി ചിന്തിക്കാൻ ഹേതുകമാകുന്ന ഒരു സന്ദേശം മനുഷ്യന്റെ മനസ്സിന്റെ അടിത്തട്ടിലേക്ക് ഇട്ടുകൊടുത്താല് മനുഷ്യന്മാരെ മാറ്റിയെടുക്കാൻ കഴിയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അഥവാ അറേബ്യയുടെ 6-ാം നൂറ്റാണ്ടിൽ ചരിത്രം ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിച്ച, ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിച്ച കാലഘട്ടത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിലേക്ക് കടന്നു ചെന്ന് തുച്ഛമായ 23 വർഷത്തെ മെച്ചമായ പ്രവർത്തനങ്ങൾ കൊണ്ട് ലോകാവസാനം വരെയുള്ള സർവ മനുഷ്യർക്കും മാതൃകാ യോഗ്യരായ ഒരു വിഭാഗത്തെ വളർത്തിയെടുക്കുകയാണ്. അതിന്റെ പിന്നിലുള്ള കാരണം എന്തായിരുന്നു?
മനുഷ്യന്മാരുടെ ഹൃദയത്തെ മാറ്റിമറിക്കാൻ കാരണമാകുന്ന ഒരു സന്ദേശം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇട്ടുകൊടുക്കുകയായിരുന്നു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അഥവാ യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അഥവാ നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ സമയങ്ങളിലും നിങ്ങളെ നിരീക്ഷിക്കാനും നിങ്ങളെ വീക്ഷിക്കാനും നിങ്ങളുടെ ചലനങ്ങളും നിശ്ചലനങ്ങളും അടക്കങ്ങളും അനക്കങ്ങളും എല്ലാ സമയവും നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന യജമാനനായ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിങ്ങളുള്ളത് എന്ന ബോധം നിങ്ങൾക്കുണ്ടാകണം. ഇന്ന റബ്ബക ലബിൽ മിർസ്വാദ്, നിങ്ങളുടെ സ്രഷ്ടാവായ റബ്ബ് നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന ഒരു ബോധം അറേബ്യയിലെ 6-ാം നൂറ്റാണ്ടിലെ മനുഷ്യന്മാരുടെ ഹൃദയങ്ങളിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇട്ടുകൊടുക്കുകയാണ്, സന്നിവേശിപ്പിക്കുകയാണ്. അഥവാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചിന്തിച്ചു, ഈ ഇത്രയും ക്രൂരമായി ക്രൂരമായ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മനുഷ്യന്മാരെ പരിവർത്തിപ്പിക്കാനുള്ള വഴി എന്താണ് എന്ന്. അങ്ങനെ റബ്ബിനെ കുറിച്ചുള്ള ബോധം അവർക്ക് ഇട്ടുകൊടുത്തപ്പോൾ, ചിന്ത അവർക്ക് ഇട്ടുകൊടുത്തപ്പോൾ, റബ്ബിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തപ്പോൾ, അവരുടെ ഹൃദയത്തില് റബ്ബിനെ കുറിച്ചുള്ള ചിന്ത കടന്നു വന്നപ്പോൾ വലിയ പരിവർത്തനം അവിടെ സംഭവിക്കുകയാണ്, വലിയ മാറ്റങ്ങൾ അവിടെ കാണുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രബോധനത്തിന്റെ ആദ്യ 10 വർഷം മിൻ ഇബാദത്തിൽ ഇബാദി ഇലാ ഇബാദത്തി റബ്ബിൽ ഇബാദ്, അടിമകളെ ആരാധിക്കുന്നതിൽ നിന്ന് അടിമകളുടെ ഉടമയായ അള്ളാഹുവിനെ നിങ്ങൾ ആരാധിക്കണം എന്നുള്ള സന്ദേശമായിരുന്നു അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നത്. അങ്ങനെ അവരുടെ ഹൃദയത്തില് റബ്ബിനെ കുറിച്ചുള്ള ബോധം വന്നപ്പോൾ എന്ത് വലിയ പരിവർത്തനമാണ് അവർക്കുണ്ടായത് എന്ന് ലോകം കാണുകയാണ്. ലോകം ആ ചരിത്രം പഠിക്കുകയാണ്. പലരും ലോകത്തിന്റെ നേതാവായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊക്കിപ്പിടിക്കുകയാണ്. പിന്നീട് എത്ര വലിയ പരിവർത്തനം! അറേബ്യയുടെ 6-ാം നൂറ്റാണ്ടില് സർവ തിന്മകളുടെയും അമരത്തിരുന്ന് അധികാരം നടത്തിയിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ്, ആ കാലഘട്ടത്തിലെ ആരും പേടിക്കുന്ന, ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ക്രിമിനലായി മാറിയിരുന്നയാളായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അവിടുത്തെ ഹൃദയത്തിലേക്ക് റബ്ബിനെ കുറിച്ചുള്ള ചിന്ത കടന്നു വന്നപ്പോൾ തന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വാക്കുകളെയും നിരീക്ഷിക്കാനും വീക്ഷിക്കാനും ഒരിക്കലും ഉറങ്ങാത്ത, ഒരിക്കലും ക്ഷീണം സംഭവിക്കാത്ത യജമാനനായ റബ്ബ് എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന ബോധം അവിടുത്തെ ഹൃദയത്തില് വലിയ പരിവർത്തനം വരുത്തുകയാണ്. അങ്ങനെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്ത അവർക്ക് ഇട്ടുകൊടുത്തപ്പോൾ അവര് എത്ര നല്ല മനുഷ്യരായി മാറുകയാണ്. അഥവാ തിന്മകളിൽ നിന്നകന്ന് ചെയ്ത തിന്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞ്, റബ്ബിന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ്, റബ്ബിനോട് മാപ്പ് ചോദിച്ച് നന്മയിലേക്ക് കടന്നു വരാൻ തയ്യാറാവുകയാണ്. എത്ര വലിയ പരിവർത്തനം! ഒരു കാലഘട്ടത്തിൽ സർവ്വ തിന്മകൾക്കും നേതൃത്വം നൽകിയിരുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങള് ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയായി, അമീറുൽ മുഅ്മിനായി ലോകം അറിയപ്പെടുന്ന സന്ദർഭത്തില് പാതിരാത്രികളില് ലോകത്തെ രാജാക്കന്മാര് മൊത്തവും കൂരിട്ടിന്റെ കരിങ്കോട്ടയില് കരിമ്പടം പുതച്ച് അവരുടെ കൊട്ടാര സമാനമായ വീടുകളില് സുഖസുഷ്പുതിയിൽ ആണ്ട് കിടക്കുമ്പോൾ ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് ഉറക്കം വരുന്നില്ല. തന്റെ അധികാര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന, കഷ്ടതകളെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് അന്വേഷിച്ചുകൊണ്ട് നടക്കുകയാണ് ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങള്. അഥവാ തന്റെ അധികാരത്തെ കുറിച്ച് ചോദ്യം ചെയ്യാൻ പോകുന്ന ഒരു ദിവസം വരാനിരിക്കുന്നുണ്ട്, റബ്ബിന്റെ മുമ്പിൽ നിൽക്കപ്പെടുന്ന ഒരു ദിവസം എനിക്ക് അഭിമുഖീകരിക്കാനിരിക്കുന്നുണ്ട് എന്ന ചിന്തയാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ ഹൃദയത്തില് ഈ മാറ്റം വരുത്തിയത് എങ്കിൽ നമുക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റും, നമ്മെ വീക്ഷിക്കുകയും
നമ്മെ കാണുകയും നമ്മെ അറിയുകയും നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും കറക്റ്റായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന, അടയാളപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന യജമാനനായ സ്രഷ്ടാവായ റബ്ബ് നമ്മെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ബോധം മനുഷ്യന്മാരുടെ ഹൃദയത്തിലേക്ക് കടന്നു വന്നാല്, അഥവാ നമ്മളൊരു സ്ഥാപനത്തിലേക്ക് കയറി ചെല്ലുകയാണ്, ഒരു കോളേജിലേക്ക്, ഒരു മാളിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ നമ്മൾ ഒരു ബോർഡ് കാണുകയാണ്. എന്താണ് ബോർഡ്? അഥവാ നിങ്ങൾ CCTVയുടെ നിരീക്ഷണത്തിലാണ് എന്ന്. ആ ബോർഡ് നമ്മൾ കാണുമ്പോൾ പിന്നീട് ആ സ്ഥാപനത്തിന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി, അഥവാ ഹൈവേകളിലും അതുപോലെ തന്നെ വലിയ വലിയ റോഡുകളിലും ഒക്കെ കാണുന്ന സ്റ്റേറ്റ് ഹൈവേകളിൽ, നാഷണൽ ഹൈവേകളിൽ ക്യാമറകൾ സ്ഥാപിച്ചപ്പോൾ ഒരുപാട് നിയമവിരുദ്ധമായ പ്രവർത്തനങ്ങൾ കുറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. കാരണം എന്താണ്? ഈ വാഹനം ഓടിക്കുന്ന ഡ്രൈവറുടെ ഹൃദയത്തിലേക്ക് ഒരു ചിന്ത കടന്നു വരികയാണ്, എന്റെ ഡ്രൈവിംഗ് ഒപ്പിയെടുക്കുന്ന ഒരു ക്യാമറയുണ്ട് എന്ന്. ഇതേ സിസ്റ്റമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അറേബ്യയുടെ 6-ാം നൂറ്റാണ്ടിലെ സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്. നിങ്ങളുടെ പ്രവർത്തനങ്ങളൊക്കെ വീക്ഷിക്കുന്ന യജമാനനായ അള്ളാഹു ഉണ്ട് എന്ന്. നമ്മുടെ പൂർവികരായ ഉമ്മമാര്, നമ്മുടെ ഉപ്പമാര് എപ്പോഴും വളർന്നു വരുന്ന മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഈ ചിന്ത ഇട്ടുകൊടുക്കാനുള്ള നല്ല പരിശ്രമങ്ങൾ നടത്തിയിരുന്നു. മോനെ, ഉറങ്ങുന്ന സമയത്ത് അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞു കിടക്കണം, എഴുന്നേൽക്കുമ്പോൾ അല്ലാഹ് അല്ലാഹ് എന്ന് പറഞ്ഞ് എഴുന്നേൽക്കണം. ഇങ്ങനെ ചെറുപ്പം മുതൽക്കേ നമ്മുടെ വളർന്നു വരുന്ന മക്കളുടെ ഹൃദയത്തിലേക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം ഇട്ടുകൊടുക്കാൻ നമ്മുടെ കഴിഞ്ഞ തലമുറ നല്ലവണ്ണം പരിശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവര് നല്ല ദീനീ ബോധമുള്ള, മതബോധമുള്ള, മാതാപിതാക്കൾ അനുസരിക്കുന്ന, കുടുംബത്തെ സ്നേഹിക്കുന്ന, സമൂഹത്തോട് പ്രതിബദ്ധതയുള്ളവരായി അവര് മാറിയിരുന്നത് ഈ ഒരു ചിന്ത ഉള്ളത് കൊണ്ടായിരുന്നു. ഈ കാലഘട്ടത്തിലും തിന്മയുടെ വഴികളിൽ നിന്ന് മനുഷ്യ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയുന്നത് ഈ ഒരു സന്ദേശത്തിനാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാവേണ്ടതുണ്ട്. എപ്പോഴും എന്റെ പ്രവർത്തനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്ന റബ്ബുണ്ട് എന്ന ചിന്ത വരുമ്പോൾ ആ അള്ളാഹുവിന്റെ നിയമത്തിന് എതിരു ചെയ്യാൻ നമ്മൾ തയ്യാറാവുകയില്ല. പറഞ്ഞതിന് വിപരീതമായി പ്രവർത്തിക്കാൻ നമുക്കൊരിക്കലും ആഗ്രഹം വരികയില്ല. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ വളർന്നു വരുന്ന മക്കൾക്ക് ഈ ചിന്ത ഉണ്ടാക്കി കൊടുക്കണം. എങ്കിൽ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ മാത്രമല്ല, പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ, ബുദ്ധിമുട്ടുകളുടെ ഘട്ടങ്ങളെ ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന സന്ദർഭം പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരും. ആ സമയത്തൊക്കെയും നമ്മുടെ ഹൃദയത്തിന് ആശ്വാസം പകരുന്നത്, സമാധാനം നൽകുന്നത് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയായിരിക്കണം. വിശുദ്ധ ഖുർആൻ പറയുന്നു, അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയങ്ങൾക്ക് ശാന്തത വരുന്നത്, സമാധാനം വരുന്നത്, എല്ലാം അറിയുന്ന, എല്ലാം കേൾക്കുന്ന, എന്റെ എല്ലാ പ്രയാസഘട്ടങ്ങളെയും ശരിക്കും മനസ്സിലാക്കുന്ന യജമാനനായ അള്ളാഹു ഉണ്ട്. അവൻ ഇതറിയുന്നുണ്ട്, അവൻ ഇത് കേൾക്കുന്നുണ്ട്, ഇതിന് പരിഹാരം അവൻ നൽകുമെന്ന ചിന്തയാണ് ഒരു വിശ്വാസിക്ക് എപ്പോഴും ആശ്വാസം പകരുന്നത്. പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ അവനിക്ക് പ്രേരണ നൽകുന്നത് ഈ ഒരു വിശ്വാസമാണ്. ചരിത്രത്തിന്റെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ചരിത്രത്തിൽ വീരചരിതങ്ങൾ രചിച്ചിട്ടുള്ള അമ്പിയാക്കളുടെ ചരിത്രം നമ്മൾ വായിച്ചു നോക്കുക. അവർക്ക് ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് ഈ ഒരു ചിന്തയായിരുന്നു. ലോകത്ത് ഏറ്റവും വലിയ അഹങ്കാരിയും ധിക്കാരിയുമായ അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും അത്യുന്നതനായ റബ്ബ് എന്ന് അഹങ്കരിച്ചിരുന്ന ഫറോവയുടെ മുമ്പിലും ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രഖ്യാപിച്ചത് ഈ റബ്ബിലുള്ള അചഞ്ചലമായ വിശ്വാസമായിരുന്നു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫറോവയുടെ നാട്ടിൽ നിന്ന് അഭയം തേടിയിട്ട് ഹിജ്റ പോകുന്ന ഒരു ഘട്ടമുണ്ട്. ആ സമയത്ത് പിന്നാലെ ഫറോവയും അനുയായികളും വരികയാണ്. മുന്നില് ചെങ്കടലാണ്, പിന്നിൽ ശത്രുക്കള് സർവായുധ സന്നദ്ധരായി വരികയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ട മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൂടെയുള്ള ആളുകൾ പറഞ്ഞു, ഇന്നാല മുദ്റക്കൂൻ, നമ്മൾ പിടിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ് ആശങ്കയുടെ നിമിഷങ്ങൾ, ഭയാനകമായ സന്ദർഭങ്ങൾ. ആ സമയത്ത് ബഹുമാനപ്പെട്ട
മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അനുയായികളുടെ ഹൃദയങ്ങൾക്ക് കരുത്തു പകരുന്ന, അവരുടെ ഹൃദയത്തെ പിടിച്ചുലക്കാൻ കഴിയുന്ന, അവരുടെ ഹൃദയത്തെ പിടിച്ചു നിർത്താൻ കഴിയുന്ന ഒരു സന്ദേശം പറയുന്നുണ്ട്. കല്ല, നിങ്ങൾ പറഞ്ഞതുപോലെ ഒന്നുമല്ല കാര്യം. അവർക്ക് നമ്മളെ പിടികൂടാൻ കഴിയുകയില്ല. ഇന്ന മഈ റബ്ബി സയഹ്ദീൻ, എന്റെ റബ്ബ് എന്റെ കൂടെയുണ്ട്, ആ റബ്ബെന്നെ രക്ഷപ്പെടുത്തും. ഈ ഒരു ചിന്തയാണ് പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിൽ നിന്ന്, പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ നിന്ന് ഒരു വിശ്വാസിക്ക് കരകയറാന് പ്രചോദനം നൽകേണ്ടത്. ഈ ഒരു വാക്കായിരുന്നു ബഹുമാനപ്പെട്ട സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തങ്ങളോട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും പറഞ്ഞിരുന്നത്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖുൽ അക്ബറും സൗറിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശത്രുക്കള് അവരെ പിടികൂടാൻ വേണ്ടി, കൊലപ്പെടുത്താൻ വേണ്ടി വരികയാണ്. അഥവാ ആ ഗുഹാമുഖത്ത് ശത്രുക്കളെ കണ്ട സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സിദ്ദീഖുൽ അക്ബർ പറയുന്ന ഒരു കാര്യമുണ്ട്. നബിയെ, അവരെങ്ങാനും ഒന്ന് തായോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവര് നമ്മെ കാണുമല്ലോ എന്ന്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു തങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നൽകുന്ന ഒരു വിശ്വാസത്തിന്റെ കരുത്തുണ്ട്. എന്താണ്? മാ ലന്നുക യാ അബൂബക്കർ ബിസ്നൈനി അല്ലാഹു സാലിസുഹുമാ. അബൂബക്കറെ, എന്താണ് നിന്റെ ധാരണ? എന്താണ്? നമ്മൾ രണ്ടാൾ സ്വന്തമാണ് എന്ന് നീ കരുതുന്നുണ്ടോ അബൂബക്കറെ? നമ്മിൽ മൂന്നാമതായിട്ട് നമ്മുടെ കൂടെ അള്ളാഹു ഉണ്ട് എന്ന ഒരു ചിന്ത സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു ഇട്ടുകൊടുക്കുകയാണ്. അഥവാ ഒരു വിശ്വാസിക്ക് ഇങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ, എന്നെ നോക്കാനും എന്നെ കാണാനും എന്നെ അറിയാനും എന്റെ എല്ലാ കാര്യങ്ങളും കേൾക്കുകയും കാണുകയും ചെയ്യുന്ന റബ്ബുണ്ട്, അവൻ എനിക്ക് പരിഹാരം നൽകും, അവൻ എന്നെ കൈവിടില്ല. കാരണം എന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവൻ അവനാണ്. എനിക്ക് ഇന്ന് വരെ വേണ്ടതൊക്കെ തന്നതവനാണ്, ഇനി തരാനുള്ളതും അവനാണ്. ഈ ഒരു ചിന്ത മനുഷ്യന്റെ ഹൃദയത്തിലേക്ക്, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോൾ ഏതു പ്രതിസന്ധികളെയും അഭിമുഖീകരിക്കാൻ, ഏതു പ്രതിസന്ധികളെയും നേരിടാൻ അവനിക്ക് കഴിയും. ഈ ഒരു വിശ്വാസമായിരുന്നു ബദറിന്റെ രണാങ്കണത്തിലും സ്വഹാബാക്കൾക്ക് പ്രചോദനം നൽകിയിരുന്നത്, അവർക്ക് പിന്തുണ നൽകിയിരുന്നത്. ഹസ്ബുനല്ലാഹു വനിഅ്മൽ വക്കീൽ, ഞങ്ങൾക്ക് അള്ളാഹു മതി, അള്ളാഹു കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തവൻ അള്ളാഹുവാണ്, അവൻ വളരെ വിശേഷം തന്നെയാണ് എന്ന് പറഞ്ഞ് ആ ഒരു മുദ്രാവാക്യം, അവിടെയാണ്, ആ ഒരു വിശ്വാസമാണ് അവർക്ക് പ്രതിസന്ധികളെ അതിജയിക്കാൻ പ്രചോദനം നൽകിയത്. വിശുദ്ധ ഖുർആൻ വിശ്വാസികളോട് എപ്പോഴും പറയുന്നതും ആ ഒരു കാര്യം തന്നെയാണ്. വലാ തഹിനു വലാ തഹ്സനു വഅൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ പ്രയാസപ്പെടേണ്ടതില്ല, നിങ്ങൾ പ്രതിസന്ധികൾ അഭിമുഖീകരിക്കുമ്പോൾ നിങ്ങൾ പതറിപ്പോകേണ്ടതില്ല. നിങ്ങളാണ് വിജയികൾ. അൻതുമുൽ അഅലൗൻ, നിങ്ങളാണ് ലോകത്ത് അത്യുന്നതരായ ആളുകൾ. എവിടെയും വിജയം വരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർ നിങ്ങളാണ്. പക്ഷേ ഒരു നിബന്ധനയുണ്ട്, നിങ്ങളുടെ ഹൃദയത്തിന്റെ അകത്തളത്തില് ആ ചഞ്ചലമായ വിശ്വാസം ഉണ്ടാകണം. ആ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. നിങ്ങൾ ദുഃഖിക്കേണ്ടതില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. അതുകൊണ്ട് മുസ്ലിം സമുദായം നേരിടുന്ന ധാർമ്മികമായ അധപതനത്തിനും ധാർമ്മികമായ മൂലച്യുതികൾക്കുമൊക്കെ പരിഹാരം, സാംസ്കാരികമായ തകർച്ചക്ക് പരിഹാരം, എല്ലാത്തിനുമുള്ള പരിഹാരം അള്ളാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസം ഒരു വിശ്വാസിയുടെ ഹൃദയത്തിലേക്ക് കടന്നു വരിക എന്നുള്ളതാണ്. അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ എല്ലാ പ്രതിസന്ധികളെയും അതിജയിക്കാനും അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനും കഴിയും. അള്ളാഹു സുബ്ഹാനഹു വ തആല അചഞ്ചലമായ വിശ്വാസം കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്തിന്റെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന ഒരുപാട് വിശ്വാസികളുണ്ട്. എല്ലാവർക്കും അള്ളാഹു വിജയത്തിന്റെ വാതായനങ്ങൾ തുറന്നു തരുമാറാവട്ടെ. വിശുദ്ധ റമദാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന മുത്തഖീങ്ങളിൽ, മുഅ്മിനീങ്ങളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവര് എല്ലാവരുടെയും ബർസഖിയായ ജീവിതം അള്ളാഹു
റാഹത്തിലും സന്തോഷത്തിലുമാക്കി കൊടുക്കുമാറാവട്ടെ. സ്വർഗലോകത്ത് ഒരുമിച്ച് കൂടാന് അള്ളാഹു അവർക്കും നമുക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.